കടന്നു വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന് സ്തോത്രം ചെയ്യുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനം ധ്യാനിപ്പാനും ഈ രാത്രി സമയം പതിവ് പോലെ ദൈവവാദപടത്തിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ. നമ്മുടെ പഠനത്തിന് ആധാരമായിരിക്കുന്ന പത്രോസിൻ്റെ 2-ാം ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. പത്രോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൽ നിന്ന് ചിന്തിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. ഇന്ന് നമ്മളതിൻ്റെ 5 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം. പ്രാരംഭമായിട്ട് ആ വേദഭാഗം ഒരാൾക്ക് ഒന്ന് വായിക്കുകയും 5 മുതൽ 11 വരെയുള്ള വേദഭാഗമാണ്. എങ്കിലും അത് മുഴുവൻ നമുക്കിന്ന് ചിന്തിപ്പാനുള്ള സമയമില്ല. എങ്കിലും ഒരു യൂണിറ്റ് ആയതുകൊണ്ട് നമുക്ക് ആ വേദഭാഗം ഒന്ന് വായിക്കുകയും അല്പം ചില കാര്യങ്ങൾ ദൈവസന്നിധാനത്തിൽ നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുകയും ചെയ്യാം. അതിൻ്റെ 2 പത്രോസ് 1-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വേദഭാഗം. ഭക്തിയോടും സഹോദരപ്രീതിയും സഹോദരപ്രീതിയോടും സ്നേഹവും കൂട്ടിക്കൊള്ളുകയും ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കില്ല. അവയില്ലാത്തവനും കുരുടനത്രേ. അവൻ ക്രിസ്തുദൃഷ്ടിയുള്ളവനും തന്റെ മുമ്പിലത്തെ പാവങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ കുലിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും വിടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. സ്തോത്രം. നമ്മൾ വായിച്ചതാകുന്ന ആ വേദഭാഗം അത് ആരംഭിക്കുമ്പോൾ തന്നെ അതിൻ്റെ 5-ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അത് നിമിത്തം തന്നെ എന്ന് പറഞ്ഞ് ആ വേദഭാഗം ആരംഭിക്കുന്നു. ദൈവവചനത്തിൽ അങ്ങനെയുള്ളതാകുന്ന വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത് ആ മുകളിലുള്ള വിഷയവുമായിട്ട് അതിനെ കണക്റ്റ് ചെയ്യുവാനായിട്ടാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഫോർ ദിസ് വെരി റീസൺ, ഈ കാരണം നിമിത്തം എന്ന് പറഞ്ഞ് മറ്റു ചില കാര്യങ്ങൾ പറയുക. ബിക്കോസ് ദിസ് ഹാസ് ഹാപ്പൻഡ്, ദിസ് ഹാസ് ടു ഹാപ്പൻ. ഇന്നത് സംഭവിച്ചതുകൊണ്ട് ഇന്നത് സംഭവിക്കണം എന്ന് ആ വേദഭാഗത്ത് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ദൈവം ചെയ്തതാകുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടു. പ്രധാനമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഭക്തിയോടെ ജീവിപ്പാനുള്ള പ്രൊവിഷൻ ദൈവം തന്നു. നമ്മൾ മുകളിൽ കണ്ടു. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവിടുത്തെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും നമുക്ക് ദാനം ചെയ്തിരിക്കുന്നുവല്ലോ. അപ്പോൾ ഇത് നിമിത്തം എന്ന് പറഞ്ഞ് ആരംഭിക്കുമ്പോൾ മുകളിൽ പറഞ്ഞ കാര്യമാണ്. ഒന്നാമത്, ഭക്തിയുള്ള ഒരു ജീവിതത്തിന് വേണ്ട പ്രൊവിഷൻ ദൈവം ദാനമായി തന്നിരിക്കുന്നല്ലോ. 2, നമുക്ക് വിലയേറിയ വാഗ്ദത്തങ്ങൾ, അതിമഹത്വം വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. ആ വിലയേറിയ വാഗ്ദത്തം എന്താ? 2 കാര്യം അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ആ പാസേജിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഒന്ന്, ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ട്, നിങ്ങൾ ആ വേദഭാഗം നോക്ക്, ലുക്ക് അറ്റ് ദ പാസേജ്. ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന്. അപ്പോൾ എന്താണ് വിലയേറിയതും അതിമഹത്താകുന്ന വാഗ്ദത്തങ്ങൾ? ഒന്ന്,
ഈ ഭൂമിയിൽ നമുക്ക് എന്ത് പ്രൊവിഷൻ ദൈവം തന്നു? ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ ഇടവരുന്നു. അപ്പോൾ വി ആർ വാട്ട് ഗോഡ് ഹാസ് ഡൺ. നമ്മൾ കാണുന്നു വാട്ട് ഗോഡ് ഹാസ് ഡൺ ആൻഡ് വാട്ട് ഹി ഈസ് ഡൂയിങ് നൗ. ദൈവം ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ എന്ത് ചെയ്തു? പ്രൊവൈഡ് ചെയ്തു, ഒരുക്കി തന്നു. അല്ലെങ്കിൽ ഭക്തിയോടെ ജീവിക്കാനുള്ള കാര്യം ദൈവം തന്നു. ഇപ്പോൾ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ ഇടവരും. എന്തുകൊണ്ട്? ഭക്തിയോടെ ജീവിക്കാനുള്ള പ്രൊവിഷൻ, കർത്താവിൻ്റെ ദിവ്യശക്തി. അങ്ങനെയല്ലേ അത് ഞാൻ ഈ വേറെ കമന്റ് ഒന്നും അല്ല പറയുന്നത്, അവിടെ ഉള്ള കാര്യമാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ദിവ്യശക്തി എന്ത് ചെയ്തു? ഭക്തി ജീവനത്തിന് ആവശ്യമായത് എന്ത് ചെയ്തു? തന്നു. 2, അത് ലഭിച്ചത് കൊണ്ട് നമ്മളിപ്പോൾ എന്തായിത്തീരുകയാ? ദിവ്യ സ്വഭാവത്തിന് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടാളികളാകുക. അതാണ് എന്ത്? മഹത്വം വിലയേറിയതുമാകുന്ന വാഗ്ദത്തങ്ങൾ. അത് നമുക്ക് തന്നു കഴിഞ്ഞു ഓൾറെഡി. വിലയേറിയതും മഹത്തായ വാഗ്ദത്തങ്ങൾ ഓൾറെഡി തന്നു. ഇനിയും നമുക്ക് ശേഷിക്കുന്ന വാഗ്ദത്തം എന്താ? അതിൻ്റെ 11-ാമത്തെ വാക്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ചെയ്താൽ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം, abundance entry into the eternal kingdom of our Lord Jesus Christ. ശ്രദ്ധിച്ചേ. അപ്പോൾ ദൈവം തന്നിരിക്കുന്ന വാഗ്ദത്തങ്ങൾ എന്താ? ദൈവം തന്നത്, ഇപ്പോൾ ദൈവം നമ്മിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞു. ദൈവം തന്ന കാര്യം, ജീവനും ഭക്തിയോടെ ജീവിപ്പാനുള്ള പ്രൊവിഷൻ ദൈവം തന്നു. അത് അവിടുത്തെ ദിവ്യശക്തിയാണ് തന്നത്. ആ ദിവ്യശക്തിയാലാണ് തന്നെ, അവിടുത്തെ വീര്യത്താലും ദിവ്യശക്തിയാലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൽ അത് നമുക്ക് തന്നു. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ ഇടവരുന്നു. ഇനിയും നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. വിലയേറിയതും മഹത്താകുന്ന വാഗ്ദത്തങ്ങൾ നമുക്കുണ്ട്. ഇത് നിമിത്തം മനസ്സിലാക്കണം, അത് നിമിത്തം നിങ്ങൾ എന്ത് ചെയ്യണം? സകല ഉത്സാഹവും കഴിച്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ ബേസിസിൽ, ഇത്രയും കാര്യം ദൈവം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സകല ഉത്സാഹവും കഴിക്കണം. അതാണ് അതിൻ്റെ ആ യഥാർത്ഥത്തിലുള്ളതാകുന്ന ആ ചിന്ത നമ്മളവിടെ മനസ്സിലാക്കണം. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആത്മീകമാകുന്ന ആ പുരോഗതി, അല്ലെ ആ വളർച്ച, മെച്യൂരിറ്റി ഉണ്ടാകുവാൻ, അതുണ്ടാകാനുള്ള താല്പര്യം ഒരു വ്യക്തിയിൽ, അവനിൽ ആ താല്പര്യം ഉണ്ടാകേണ്ടതിൻ്റെ കാരണം എന്താ? ഇന്ന കാരണങ്ങൾ നിമിത്തം ദൈവം ഇന്നതൊക്കെ ചെയ്തതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഇന്നതിൽ ഞാൻ വളരണം, ഞാൻ വർദ്ധിച്ചു വരണം, അല്ലെങ്കിൽ കൂട്ടുക. നമ്മൾ വായിച്ചല്ലോ, ഞാൻ അതിന് ആ പാസേജ് മുഴുവൻ വായിച്ചത് ആദ്യമേ, അതിൻ്റെ ഒരു ചിത്രം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കാരണങ്ങളുടെ ബേസിസിൽ, അപ്പോൾ ആത്മീകമാകുന്ന ആ വളർച്ച, ആത്മീകമാകുന്ന ആ പുരോഗതി നമുക്കുണ്ടാകുവാനുള്ള നമ്മുടെ മോട്ടിവേഷൻ, ആ റൈറ്റ് മോട്ടിവേഷനെ കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനാകുന്ന പത്രോസ് പറയുന്നത്. അതായത് നമ്മുടെ ആ ആത്മീക വളർച്ചയുടെ, അല്ലെ ആത്മീകമായിട്ട് നമ്മൾ വളരാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ആ മോട്ടിവേഷൻ എന്താ? പല സന്ദർഭങ്ങളിലും പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്ക്
അല്ലെ നമ്മളൊരു നോളജബിൾ ആയിട്ടുള്ളയാളാണ് എന്ന് മറ്റുള്ളവരെ അറിയാൻ വേണ്ടിയാകരുത് നമ്മുടെ ആത്മീകമാകുന്ന ജീവിതത്തിലെ ഒരു പരിശ്രമവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മോട്ടിവേഷൻ എന്താ? ഇവിടെ പത്രോസ് അവിടെ പറയുന്ന കാര്യം അതാ. ഇത് നിമിത്തം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രിസ്തുവേശുവിൽ ദൈവം അവിടുത്തെ മഹത്വത്തിലേക്ക് നമ്മളെ വിളിച്ചു എന്നത് 1 പത്രോസ് 2:9 നമ്മൾ വായിക്കുന്നത്, അന്ധകാരത്തിൽ നിന്നും അവിടുത്തെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ. അപ്പോൾ നമ്മെ വിളിച്ചതിൻ്റെ ഉദ്ദേശം നമ്മളെ കർത്താവിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പം നമ്മൾ ആത്മീകമാകുന്ന വളർച്ചയിൽ നമ്മുടെ ലക്ഷ്യമെന്നുള്ളത് വേറെ ഒന്നും ആകാൻ പാടില്ല. ആരോ പറഞ്ഞതുപോലെ പലരും കൂട്ടായ്മയ്ക്ക് വരുന്നത് ചില അനുഗ്രഹങ്ങൾ കിട്ടാനാ. പിന്നെ ആ കൂട്ടായ്മയെ തുടരുന്നത് ആ കിട്ടിയത് നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ആ മോട്ടിവേഷൻ എന്ന് പറഞ്ഞത് അങ്ങനെയാ. എന്നാൽ ട്രൂലി കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുന്ന ഒരാളുടെ മോട്ടിവേഷൻ വേറെ ഒന്നുമല്ല. ഇപ്പൊ വേദപുസ്തകം പഠിക്കുക എന്ന് പറയുന്നത്, ഞാനിപ്പോൾ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ എൻ്റെ ലക്ഷ്യം എനിക്കൊരു പ്രസംഗകനാകുവാനോ ഒരു നല്ല ബൈബിൾ ടീച്ചർ ആകാനോ ആണെങ്കിൽ അവിടെ തെറ്റി. അല്ലെങ്കിൽ എനിക്ക് ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുണ്ടെന്ന് മറ്റുള്ളവരോട് ബോധിപ്പിക്കാനാണ് ഞാൻ തെറ്റി. അതല്ല, നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് അവിടെ പറയുന്ന വിഷയം വളരെ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ നിങ്ങൾക്ക് പുരോഗതി ഉണ്ടാകേണ്ടത്? നമ്മൾ താഴോട്ട് വായിക്കുന്നുണ്ട്, ഇന്ന കാര്യങ്ങളിൽ ഇന്നത് നിങ്ങളുടെ വിശ്വാസത്തോട് ഇന്നത് കൂട്ടുക, അതിനോട് ഇന്നത് കൂട്ടുക. ഇങ്ങനെ കൂട്ടി നിങ്ങൾ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നിങ്ങൾ വളരണം. അങ്ങനെ വളരുന്നത് അതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യമെന്നുള്ളത് മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല. അതായത് കർത്താവ് ചെയ്തതാകുന്ന ആ വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ, ദൈവം നമ്മെ പാപത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ചു. എന്തിനു വേണ്ടി വിളിച്ചു? കർത്താവിൻ്റെ, അവന് നമ്മെ വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കണം, എൻ്റെ ജീവിതത്തിൽ ദൈവനാമം മഹത്വമെടുക്കണം. ആ ഒരു ലക്ഷ്യത്തിലായിരിക്കണം എൻ്റെ ആത്മീകമാകുന്ന വളർച്ചയ്ക്കുള്ള എൻ്റെ താല്പര്യം. ആ ശരിയായിട്ടുള്ള മോട്ടിവേഷൻ എപ്പോഴും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ ആത്മീക വളർച്ച അല്ലെങ്കിൽ ഈ ആത്മീകമാകുന്ന പുരോഗതി, അതിനകത്ത് എന്തെല്ലാം ഇൻവോൾവ് ആണെന്നുള്ളതൊന്ന് ശ്രദ്ധിക്കണം. ആത്മീക പുരോഗതിക്ക് ഒന്ന് ഡിലിജൻസ് അതിനകത്ത് ഇൻവോൾവ്. ഡിലിജൻസ് എന്താ? ഡിലിജൻസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 5-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. അപ്പോൾ ആത്മീകമാകുന്ന ഉത്സാഹം, ഡിലിജൻസ് നമുക്കുണ്ടാകണം. ആ ഡിലിജൻസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ മോട്ടിവേഷൻ ശരിയായെങ്കിലേ ഡിലിജൻസ് ഉണ്ടാകത്തുള്ളൂ.
ആ മോട്ടിവേഷൻ ശരിയാകാതെ ഒരിക്കലും ശരിയാകുന്ന ഡിലിജൻസ്, ആത്മീക വിഷയങ്ങളിലുള്ള ഉത്സാഹം നമുക്കുണ്ടാകുകയില്ല. അതുകൊണ്ടല്ലേ നമുക്ക് പരിചയമാകുന്ന വേദഭാഗങ്ങൾ, ഉദാഹരണത്തിന് റോമാലേഖനം 12-ാം അധ്യായം നമുക്കറിയാം. അതിന്റെ 1-ാം വാക്യം, സഹോദരന്മാരെ. അപ്പൊ അവിടെ നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദകരവുമായ യാഗമായി സമർപ്പിക്കണം എന്നുള്ളതിന്റെ മോട്ടിവേഷൻ എന്താ? ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച്. അപ്പൊ ദൈവം ചെയ്ത കാര്യങ്ങൾ, ഈ മോട്ടിവേഷൻ ശരിയാകുന്നില്ലെങ്കിൽ, ലക്ഷ്യം ശരിയാകുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഒരിക്കലും ദൈവപ്രസാദകരമാകുകയില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഈ വേദഭാഗം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ അതായത് ഈ ദൈവഭക്തിയിലുള്ള അല്ലെങ്കിൽ ആത്മീകമാകുന്ന ക്രിസ്തുയേശുവിലുള്ളതാകുന്ന പരിജ്ഞാനത്തിലുള്ള വളർച്ചയ്ക്ക് നമുക്ക് ആവശ്യം, അതിനകത്ത് എന്തെല്ലാം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ ഡിലിജൻസ് അതിനകത്ത് ആവശ്യമാണ്, ഉത്സാഹം അതിനകത്ത് ആവശ്യമാണ്. 2, താഴോട്ട് നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഇത് ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു ഞാൻ മടങ്ങി വരും ആ ഭാഗത്തേക്ക്. അവിടെ പറഞ്ഞിരിക്കുന്നതാകുന്ന ആ ഗുണങ്ങൾ, ആ ഗുണങ്ങൾ സത്യത്തിൽ ഈ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകാൻ ഇടവരുന്നു. അല്ലെങ്കിൽ കർത്താവിനോടുള്ളതാകുന്ന ഈ അനുരൂപത, അതാണ് അവിടെ നമ്മൾ കാണുന്നത്. ആ ഗുണങ്ങളെല്ലാം തന്നെ യേശുക്രിസ്തുവിലുള്ള ഗുണങ്ങളാ, യേശുക്രിസ്തുവിലുള്ള ഗുണങ്ങളാ. ആ ഗുണങ്ങൾ നമ്മിൽ എന്ത് ചെയ്യുന്നു? വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. അതെന്തുകൊണ്ടാണ്? നമ്മൾ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുകയാണ്. കർത്താവിൻ്റെ അല്ലെങ്കിൽ ക്രൈസ്റ്റ് ലൈക്ക്നെസ് ആണ് സത്യത്തിൽ ഇവിടെ സംഭവിക്കുന്നത്. അങ്ങനെ ക്രൈസ്റ്റ് ലൈക്ക്നെസ് നമ്മളിൽ സംഭവിക്കാൻ വേണ്ടി നമുക്ക് എന്തു വേണം? ഉത്സാഹം വേണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തീയ ജീവിതം എന്നുള്ളത് ഓട്ടോ പൈലറ്റ് അല്ല, ഓട്ടോ പൈലറ്റ് അല്ല, തനിയെ പോകുന്നതല്ല ക്രിസ്തീയ ജീവിതം. നമ്മളെ ഈ അതായത് നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ നമുക്ക് കോസ്റ്റുള്ള, അല്ലെ നമ്മളെ കോസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഡിലിജൻ്റ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ ആത്മീക ജീവിതം ഏറ്റവും വിലപ്പെട്ടതാണെന്ന് നമുക്ക് തിരിച്ചറിവുണ്ടെങ്കിൽ ആത്മീക ജീവിതത്തിന് അല്ലെങ്കിൽ ആത്മീകമാകുന്ന പുരോഗതിക്ക് നമ്മൾ എന്ത് ചെയ്യും? അതിന് പ്രയോറിറ്റി കൊടുക്കും, അതിന് 1-ാം സ്ഥാനം കൊടുക്കും. എന്നാൽ ഈ കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഞാൻ അത് പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എങ്കിലും ആവർത്തിക്കുന്നത് ആവശ്യമായതുകൊണ്ട് ഞാൻ പറയുക. ഈ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് യേശു കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, മനുഷ്യപുത്രന്റെ വരവ് നോഹയുടെ കാലം പോലാകും. മറ്റൊന്ന്, ലോത്തിന്റെ കാലം പോലാകും. എന്നിട്ട് ഈ നോഹയുടെ കാലത്തിന്റെ സവിശേഷത എന്താ പറഞ്ഞേക്കുന്നത്? അവര് എല്ലാം നോർമൽ ആക്ടിവിറ്റീസ് അവർ ചെയ്തു. നോർമൽ ആക്ടിവിറ്റീസ്, അവിടെ എന്തെങ്കിലും ഒരു പാപപ്രവൃത്തി അവർ ചെയ്തെന്ന് എഴുതിയിട്ടില്ല, കർത്താവ് പറഞ്ഞിട്ടില്ല. നോർമൽ ആക്ടിവിറ്റീസാണ് ചെയ്തത്. പക്ഷെങ്കിൽ എന്ത് സംഭവിച്ചു? അവരെ ജലപ്രളയം വന്ന് മുക്കിക്കളഞ്ഞെന്നാണ് എഴുതിയിരിക്കുന്നത്.
നോഹയും ആ കാര്യങ്ങൾ തന്നെ ചെയ്തു. നോഹയും ആ കാര്യങ്ങളെല്ലാം ചെയ്തു. വിവാഹത്തിന് കൊടുക്കുകയും വിവാഹം കഴിക്കുകയും എല്ലാം ചെയ്തു. പക്ഷെ നോഹ എന്ത് ചെയ്തു? നോഹ പെട്ടകം പണിയായിരുന്നു അവൻ്റെ പ്രധാനപ്പെട്ട ബിസിനസ്. ബാക്കിയുള്ളതെല്ലാം എന്താ? അവൻ്റെ സൈഡ് ബിസിനസ് ആയിരുന്നു. ഇവിടെയാണ് പിഴവ് പറ്റുന്നത്. അനേകർ കർത്താവിൻ്റെ വരവിങ്കൽ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഒരു വലിയ പാപപ്രവൃത്തികൾ ചെയ്തുകൊണ്ടാകണമെന്ന് നിർബന്ധമില്ല. പാപമല്ലാത്ത ഒരു കാര്യം തന്നെ അവർ ചെയ്യും. പക്ഷെ എന്തിൻ്റെ കോസ്റ്റിൽ? ആത്മീകമാകുന്ന വളർച്ചയുടെ കോസ്റ്റിലാണ് അവർ ചെയ്യുന്നത്. ഇതാ സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് ഈ കാലഘട്ടത്തിലും സംഭവിക്കാൻ പോകുന്നത്. അവിടെ താഴെ എഴുതിയേക്കുന്നത്, ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി എന്ത് ചെയ്യും? പ്രാപിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ബെയർ മിനിമം ക്വാളിഫിക്കേഷൻ അത് ഫുൾഫില്ല് ചെയ്ത് സ്വർഗത്തിൽ കൊണ്ടുചെല്ലുന്ന ഒരു കൂട്ടരെ കുറിച്ചല്ല ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നെ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താ? നമ്മുടെ സോൾ എയിം എന്നുള്ളത് അതായിരിക്കണം. അതുകൊണ്ടാണ് ഈ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്ന പൗലോസ് ശ്ലീഹ പറഞ്ഞത്, പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് ഇങ്ങനെയാ: ഞാൻ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാന നിമിത്തം ഒരു സമയത്ത് ഞാനിതൊക്കെ ചവറന്നെണ്ണി, ഇപ്പോഴും ഞാൻ എന്ത് ചെയ്യുക? ഇപ്പോഴും ഞാൻ ചവറന്നെണ്ണുകയാണ്. ഒരു കാലത്ത് ഉപേക്ഷിച്ചത് ഇപ്പോൾ വലിയ കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. അന്ന് ഞാൻ വേണ്ടാന്ന് വെച്ചത് ഇപ്പോഴും എനിക്കെന്താ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എനിക്ക് എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ നിശ്ചയമായിട്ടും ആത്മീക വളർച്ചയെന്നുള്ളത് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണെങ്കിൽ അതിന് ഇഫ് ഇറ്റ് ഈസ് ഓഫ് അറ്റ്മോസ്റ്റ് ഇമ്പോർട്ടൻസ് ഇറ്റ് ഡിസേർവ്സ് അറ്റ്മോസ്റ്റ് എഫേർട്ട്. ആത്മീക വളർച്ചയെന്നുള്ളത് പ്രാധാന്യമുള്ളതാണെങ്കിൽ അതിനെന്ത് വേണം? സകല ഉത്സാഹവും വേണമെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതൊരിക്കലും മറന്നു പോകരുത്. അത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. പത്രോസ് അപ്പോസ്തലൻ മാത്രമാണ് എനിക്ക് തോന്നുന്നത് ഇത്ര ശക്തമാകുന്ന ഭാഷയിൽ ഈ കാര്യം പറയുന്നത്. പുതിയ നിയമത്തിൽ മറ്റെങ്ങും ഒരുപക്ഷെ ഈ നിലയിൽ ഈ പദം ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ ദൈവം നമുക്ക് തൻ്റെ ജീവൻ തന്നു. അവിടുത്തെ ദിവ്യശക്തി നമുക്ക് ജീവനും ഭക്തിക്കും വേണ്ടത് നൽകി തന്നു. വിലയേറിയതും മഹത്തായ വാഗ്ദത്തങ്ങൾ ദൈവം തന്നു. അങ്ങനെ ദൈവം തന്നിരിക്കുന്നത് കൊണ്ട് ആ തന്നിരിക്കുന്നവയിൽ നാം വളരുവാൻ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തു വേണം? ഉത്സാഹം വേണം. ഉത്സാഹം വേണം. എന്തുകൊണ്ടാണ് ഈ വീണ്ടും ജനിച്ചവരിൽ തന്നെ, വീണ്ടും ജനിക്കാത്തവരുടെ കാര്യമല്ല, ഒരേ സമയത്ത് വീണ്ടും ജനിച്ചവരെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഒരേ സമയത്ത് അവർ വീണ്ടും ജനിച്ചു. അവർ രണ്ടുപേരും വീണ്ടും ജനിച്ചവരാ. എന്നാൽ ചിലരെന്ത് ചെയ്യുമെന്നറിയാമോ? അവരുടെ ആ കാലം നോക്കിക്കഴിഞ്ഞാൽ, കാലഘട്ടം നോക്കിക്കഴിഞ്ഞാൽ ആ കുറഞ്ഞ കാലത്തിനുള്ളിൽ അവരെന്ത് ചെയ്യും? ആത്മീയമായിട്ട് അവരുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങളുണ്ടാകും. ചിലരുടെ ജീവിതത്തിൽ അതുണ്ടാകുന്നേ ഇല്ല. അതിൻ്റെ കാരണം എന്താ? തുടങ്ങിയെടുത്ത് തന്നെയാണ് ഇപ്പോഴും. ജീവിതത്തിൽ, സ്വഭാവത്തിൽ മുൻപുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾക്കൊന്നും ഇപ്പോഴും വ്യത്യാസമില്ല. അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ കാരണം സിമ്പിൾ. ദൈവം
ആ വ്യക്തിക്കും മറ്റേ വ്യക്തിക്കും കൊടുത്തേക്കുന്നത് ഈ വിലയേറിയ വാഗ്ദത്തങ്ങൾ തന്നെയാണ്. പക്ഷെങ്കിൽ ഒരാൾ എന്ത് ചെയ്തു? ആ വിലയേറിയ വാഗ്ദത്തങ്ങൾ കിട്ടിയത് കൊണ്ട് അവൻ എന്ത് ചെയ്തു? സകല ഉത്സാഹവും കഴിച്ചു അതിൽ വ്യാപാരം ചെയ്യാനായിട്ട് തുടങ്ങി. അതിൽ വ്യാപാരം ചെയ്തു. ഈ ടാലന്റുകളുടെ ഉപമയിൽ നമ്മൾ വായിക്കുന്നത് പോലെ തന്നെ അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് ദൈവം നൽകുകയാണ്. അവരവരുടെ പ്രാപ്തിക്കനുസരിച്ച് നൽകുക. പക്ഷേ എങ്കിൽ ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് ഈക്വലി റെസ്പോൺസിബിൾ ആ എല്ലാവരും. മനസ്സിലാക്കണം, ഒരാളെ പ്രസംഗിക്കാൻ വിളിച്ചിരിക്കുന്നുവെങ്കിൽ ആ ആൾക്ക് കൂടുതൽ ഉത്തരവാദിത്വവും, പ്രസംഗത്തിന്റെ വരമില്ലാത്ത ഒരാൾക്ക് കുറച്ച് ഉത്തരവാദിത്വമല്ല. ഒരുപോലെ ദൈവം ആ രണ്ടുപേരെയും കാണുന്നത്. ഒരു വ്യത്യാസമേ ഉള്ളൂ. ഒരാൾക്ക് എന്ത് ചെയ്തു? 5 കൊടുത്തു, മറ്റവൻ എന്ത് ചെയ്തു? 2 കൊടുത്തു. എന്നാൽ പ്രൊപ്പോർഷനേറ്റ് ആണ്. പക്ഷേ റെസ്പോൺസിബിലിറ്റി ഈക്വൽ ആണ്. ഇത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ അനേക വർഷങ്ങൾ ക്രിസ്തീയ ജീവിതം നയിച്ചിട്ട് ദൈവം ഈ പ്രൊവിഷൻ ഒക്കെ നമ്മളിൽ തന്നിട്ട് സത്യത്തിൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, ദൈവം അവിടുത്തെ ദിവ്യശക്തി, അവിടുത്തെ മഹത്വത്താലും വീര്യത്താലും ഈ കാര്യങ്ങളെല്ലാം നമ്മിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇതിൽ സകല ഉത്സാഹവും കഴിക്കണം. ഇത് തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോഴും ഇത് തന്നെയാണ് പറയുന്നത് 2-ാമത്തെ അധ്യായത്തിൽ. അതുകൊണ്ട് പ്രിയമുള്ളവരെ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലും, 2-ാം അധ്യായം അതിൻ്റെ 12-13 ഫിലിപ്പിയ ലേഖനം. പ്രിയമുള്ളവരെ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പീൻ. ഇച്ഛിക്ക എന്നും പ്രവർത്തിക്ക എന്നും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. ദൈവമാണ് പ്രവർത്തിക്കുന്നത്. ദൈവത്തിൻ്റെ അവിടുത്തെ ദിവ്യശക്തിയാണ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. കാര്യം ശരിയാ. പക്ഷെങ്കിൽ അതേസമയം നിങ്ങൾ എന്ത് ചെയ്യണം? സകല ഉത്സാഹവും കഴിക്കണം. ഇത് പൗലോസ് അനേക ഇടങ്ങളിൽ താനിത് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് കൊലോസ്യർ 1:29 നമ്മൾ വായിക്കുന്നത്, ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ, 28-ാമത്തെ വാക്യം, ക്രിസ്തുവിൽ തികഞ്ഞവനാക്കി നിർത്തുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ട് 29-ാമത്തെ വാക്യത്തിൽ കൊലോസ്യർ 1:29, അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവിടുത്തെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. ശ്രദ്ധിക്കണം, പൗലോസ് തൻ്റെ അതായത് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്താൻ വേണ്ടി ഏത് മനുഷ്യനെയും പ്രബോധിപ്പിക്കുന്നു, ഉപദേശിക്കുന്നു. ഇതെല്ലാം ഞാൻ ചെയ്യുന്നു. പക്ഷെങ്കിൽ ഞാനിത് ചെയ്യുന്നു, അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവിടുത്തെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം. നമുക്കത് പറയാൻ പറ്റുമോ? കാരണം ദൈവത്തിൻ്റെ ദിവ്യശക്തി നമ്മിൽ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം തന്നേക്കുക. ഓരോ ഭക്തനും ഇത് പറയാൻ കഴിയണം. എൻ്റെ അറ്റ്മോസ്റ്റ് ഞാൻ അതിൽ എൻ്റെ എഫേർട്ട്, എൻ്റെ ഉത്സാഹം, എൻ്റെ സകല ഉത്സാഹവും ആ കാര്യത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന് എനിക്ക് പറയാൻ കഴിയണം. നമുക്ക് പറയാൻ കഴിയുമോ? അതാണ് വിഷയം. ഓരോ കാര്യങ്ങൾ എടുക്കണം, ആത്മീയമാകുന്ന ഓരോ വിഷയങ്ങളിൽ. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഇതാ പറയുന്നേ, നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്, സകല ഉത്സാഹവും കഴിച്ച്. ക്രിസ്തീയ ജീവിതം എഫേർട്ട് ഇല്ലാത്ത ഒന്നല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ ആ നവീന കൃപക്കാരുടെ ഉപദേശം അനുസരിച്ച് എഫേർട്ട് ഇല്ലാത്ത ഒരു കാര്യമായിട്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതം അങ്ങനെ അല്ല. ഇവിടെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച്. അതുപോലെ എത്രയോ വേദഭാഗങ്ങളിൽ ക്രിസ്തീയ ജീവിതത്തെ ഓട്ടമായിട്ടും പോരാട്ടമായിട്ടുമൊക്കെയാണ് ചിത്രീകരിച്ചേക്കുന്നത്. അപ്പോൾ പോരാടുക, ഓടുക എന്നൊക്കെ പറയുന്നത് പ്രയത്നമില്ലാത്ത, ഉത്സാഹമില്ലാത്ത, പ്രവൃത്തിയില്ലാത്ത ഒരു കാര്യമായിട്ടല്ല ക്രിസ്തീയ ജീവിതത്തെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത് നിശ്ചയമായിട്ടും സകല ഉത്സാഹവും കഴിക്കേണ്ട
ഒന്നാണ്. അപ്പോൾ നിശ്ചയമായിട്ടും ക്രിസ്തുവേശുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുവാൻ നമുക്ക് ഉത്സാഹം ആവശ്യമാണ്. അതൊന്നാമത്തെ വിഷയം. 2, നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്തുവേശുവിൻ്റെ പരിജ്ഞാനത്തിലുള്ള വളർച്ചയുടെ ഭാഗം എന്ന് പറയുന്നത് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ആ കൃപാദാനങ്ങൾ നമ്മിൽ വർദ്ധിക്കുന്നതിലൂടെയാണ്. ഇത് അനേക ഇടങ്ങളിൽ പുതിയ നിയമത്തിലുണ്ട്. ഉദാഹരണത്തിന് ഏറ്റവും പ്രാധാന്യമായിട്ട് ഗലാത്യ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 22ഉം 23ഉം വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, അതായത് ആത്മാവിൻ്റെ ഫലമോ സ്നേഹം, സന്തോഷം എന്ന് പറഞ്ഞ്, അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വളർച്ച, ക്രിസ്തുവേശുവിൻ്റെ പരിജ്ഞാനത്തിലുള്ള വർധനവ് അളക്കുന്നത് എന്തിലായിരിക്കണം? ഇതിലായിരിക്കണം. ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാകുവാൻ ഇടവരുന്നതിലൂടെ ആയിരിക്കണം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഇവിടെ പത്രോസ് പറയുന്നുണ്ട്. പ്രധാനമായിട്ട് അതിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവയില്ലാത്തവനോ കുരുടനത്രേ. അവൻ കുരുടനാണ്, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ ആത്മീകമാകുന്ന ഹ്രസ്വദൃഷ്ടി നമ്മിൽ ഉണ്ടാകുമെന്നാണ് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. കാഴ്ച മങ്ങും. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കാഴ്ചയില്ലാത്തവരായിരുന്നു. അതാണ് ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സെന്ത് ചെയ്തു? കുരുടാക്കിയേക്കുകയായിരുന്നു. ക്രിസ്തുവേശുവിൻ്റെ മുഖത്തുള്ള ദിവ്യ തേജസ് കാണാൻ കഴിയാതെ വണ്ണം നമ്മുടെ കണ്ണെന്തായിരുന്നു? കുരുടായിരുന്നു. അങ്ങനെ കുരുടായിരുന്ന അവസ്ഥയിൽ സുവിശേഷത്താൽ നമ്മുടെ കണ്ണ് തുറക്കാൻ ദൈവം എന്ത് ചെയ്തു? കരുണ ചെയ്തു. പക്ഷെ തുറന്ന കണ്ണ് പിന്നെയും ഹ്രസ്വദൃഷ്ടിയുള്ളതാകാൻ, കാഴ്ച മങ്ങിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ക്രിസ്തുവേശുവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുന്നില്ലെങ്കിൽ അവയില്ലാത്തവനോ എന്ന് പറഞ്ഞാൽ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇല്ലാത്തവനോ അവൻ ഇന്നതാണ്. പിന്നെ അവൻ നിഷ്ഫലനാണ് എന്ന് നമ്മൾ വായിക്കുന്നു. അതുപോലെ തന്നെ കർത്താവിൻ്റെ ആ വലിയ വീണ്ടെടുപ്പിനെ കുറിച്ചുള്ള ആ ബോധം നമ്മിൽ പലപ്പോഴും ഉണ്ടാകുകയില്ല. ദൈവം നമ്മളെ എത്ര വലിയ പാപത്തിൽ നിന്ന്, എത്ര വലിയ ശിക്ഷയിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിച്ചേ എന്നുള്ളത് പലപ്പോഴും നമ്മൾ ഓർക്കുകയില്ല. പലപ്പോഴും ഈ ആത്മീകമാകുന്ന വളർച്ചയുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണമെന്ന് പറഞ്ഞാൽ, അതായത് ആത്മീകമാകുന്ന വളർച്ച പ്രാപിക്കുന്ന ഒരാൾ, ആ വ്യക്തിക്ക് ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അവനിൽ എന്തുണ്ടാകും? ദൈവഹിതപ്രകാരമുള്ള ദുഃഖം. The more we grow in the knowledge of Christ, ക്രിസ്തുവിൽ ഉള്ളതാകുന്ന പരിജ്ഞാനത്തിൽ നമ്മൾ എത്രത്തോളം വളരുമോ അത്രത്തോളം
നമ്മളെ കഴിഞ്ഞ കാലത്തിൽ നിന്നും ദൈവം വീണ്ടെടുത്തത് എത്ര ഭീകരമാകുന്ന അവസ്ഥയിൽ ആയിരുന്നു എന്നുള്ളതിൻ്റെ ആ ഇൻറ്റൻസിറ്റി നമ്മളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ആത്മീക വളർച്ചയില്ലാത്തതിൻ്റെ ഒരു ലക്ഷണമാണ് ആഴമായ പാപബോധം നമ്മിൽ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത്. നമ്മൾ ഈ ഉണർവുകളെക്കുറിച്ച് നമ്മൾ പഠിച്ചാൽ യഥാർത്ഥ ആത്മീക ഉണർവുകളെക്കുറിച്ചൊക്കെ സഭാചരിത്രം പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ എല്ലാം ഉണ്ടായിരുന്ന ഒരു മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ഹോൾമാർക്ക് എന്ന് പറയുന്നത് ആഴമായ പാപബോധം മനുഷ്യരിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആഴമായ പാപബോധം. ഇവിടെ നമ്മൾ വായിക്കുന്ന ശ്രദ്ധിച്ച്, അവയില്ലാത്തവനോ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തൻ്റെ മുമ്പിലത്തെ അപ്പം മുമ്പിൽ കർത്താവ് നമ്മളെ ഏതിൽ നിന്നാ വീണ്ടെടുത്തെന്നുള്ള ആ ബോധമാണ് നമ്മളെ വളരാൻ പ്രേരിപ്പിക്കേണ്ടത്. ഇതെല്ലാം റിലേറ്റഡ് ആണ്. നമ്മൾ അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, സകല ഉത്സാഹവും കഴിക്കണമെന്ന് പറയുന്നത്. ഉത്സാഹമില്ല എങ്കിൽ നമുക്കത് കഴിയുകയില്ല. ആകട്ടെ, അപ്പോൾ ആ വളർച്ചയിൽ എന്തെല്ലാമാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇതിനകത്ത് നമ്മുടെ ഉത്സാഹം അതിനകത്ത് ഇൻവോൾവ് ആയിരിക്കുന്നു. എന്നാൽ അതേസമയം തന്നെ താഴോട്ട് വിശ്വാസത്തോട് ഇന്നത് കൂട്ടുക എന്ന് പറഞ്ഞേക്കുക. അത് നിമിത്തം നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വിശ്വാസത്തോട് നിങ്ങൾ വീര്യം, എന്നിട്ട് താഴോട്ട് പറയാ ഇത് കൂട്ടുക എന്നാ പറഞ്ഞേക്കുന്നേ. സത്യത്തിൽ അവിടെ കൂട്ടുക എന്ന് പറഞ്ഞിരിക്കുന്നത് ആഡ് എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ശരിയാകുന്ന ആ മൂലഭാഷയിൽ അല്ലെ ആ ഒറിജിനൽ ലാംഗ്വേജിലുള്ളതാകുന്ന അർത്ഥം അതിങ്ങനെയാണ്: ടു പ്രൊവൈഡ് അറ്റ് വൺസ് ഓൺ എക്സ്പെൻസ്. അതായത് ഇത് കൂട്ടുക എന്ന് പറഞ്ഞേക്കുമ്പോൾ അതിൽ ടു മൈ ഓൺ എക്സ്പെൻസ്, എനിക്കതിനകത്ത് വില കൊടുക്കാൻ എനിക്ക് കഴിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയാം. വളരെ തിരക്കുള്ള ഒരു ജീവിതമാണ് നമ്മുടെ എന്നിരിക്കട്ടെ. വളരെ ചുരുങ്ങിയ സമയമേ നമുക്കല്ലേ 7 മണിക്കൂർ ഉറക്കം ആവശ്യമാണെന്നിരിക്കട്ടെ, നമുക്ക് 6 മണിക്കൂറേ ഉറങ്ങാൻ കഴിയുന്നുള്ളൂ എന്നിരിക്കട്ടെ, 6 മണിക്കൂറേ ഉറങ്ങാൻ കഴിയുന്നുള്ളൂ. എന്നാൽ ദൈവവചനം പഠിക്കണമെന്നുള്ള താല്പര്യം ഉള്ളിൽ കയറിയത് കൊണ്ട് ചിലപ്പോൾ 6 മണിക്കൂർ 5 മണിക്കൂറായിട്ട് എന്ത് ചെയ്യുന്നു, കട്ട് ഷോട്ട് ചെയ്യുന്നു. അപ്പോൾ ടു പ്രൊവൈഡ് അറ്റ് വൺസ് ഓൺ എക്സ്പെൻസ്, നിങ്ങൾ കൂട്ടുക എന്ന് പറയുമ്പോൾ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങൾ കൂട്ടണം എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, ഈ ഗ്രേസസ്, ഈ ഗുണങ്ങൾ നമ്മിൽ കൂടണമെങ്കിൽ എക്സ്പെൻസ് ഉണ്ട്, വിലയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? വില കൊടുക്കാനായിട്ട് തയ്യാറാകണം. ചില സന്ദർഭങ്ങളിൽ പല കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ കാര്യം വിശദീകരിക്കാൻ നിൽക്കാതെ കേട്ട കാര്യം മറ്റുള്ളവരുടെ ഗുണത്തിന് വേണ്ടി, അല്ലെ ഒരു ബുദ്ധിമുട്ട് മറ്റൊരാൾക്കുണ്ടാകാതിരിക്കാൻ വേണ്ടി
നാം തന്നെ സ്വയമായി ചില കാര്യങ്ങൾ സഹിക്കേണ്ടി വരുമ്പോൾ അതെന്താകുക? അറ്റ് അവർ ഓൺ എക്സ്പെൻസ്, നമ്മുടെ എക്സ്പെൻസിലായി ഈ കാര്യം ചെയ്യേണ്ടത്. കാരണം അതാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം. അപ്പോൾ നിശ്ചയമായിട്ടും ഇത് ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന ഒന്നല്ല. ഇതൊന്നും ഓട്ടോമാറ്റിക്കലി ഉണ്ടാകുന്ന കാര്യമല്ല. ഇതിനകത്ത് നിശ്ചയമായിട്ടും നമ്മുടെ ഉത്സാഹം ആവശ്യമായിരിക്കുന്നു. നോക്കുക, ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടുക. ഇംഗ്ലീഷിൽ എന്താ മോനെ പറഞ്ഞേക്കുന്നേ? ടു യുവർ ഫെയ്ത്ത് വെർച്യൂ. ഓക്കെ, വെർച്യൂ എന്നോ അല്ലെ എക്സലൻസ് എന്നോ ഒക്കെ പല ട്രാൻസ്ലേഷനിൽ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വിശ്വാസത്തോട് നിങ്ങൾ വീര്യം കൂട്ടുക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ യഥാർത്ഥത്തിലുള്ള മീനിങ് എന്ന് പറയുന്നത് ടു ഡിനോട്ട് ദ പ്രോപ്പർ ഫുൾഫിൽമെന്റ് ഓഫ് എനിത്തിങ്. ഉദാഹരണത്തിന്, ദ എക്സലൻസ് ഓഫ് നൈഫ് ഈസ് ടു കട്ട്, ഓഫ് എ ഹോഴ്സ് ഈസ് ടു റൺ. അപ്പൊ എന്ത് ഉദ്ദേശത്തിന് വേണ്ടി ഒരു കാര്യം തന്നിരിക്കുന്നുവോ ആ ഉദ്ദേശം ശരിയായി നിർവഹിക്കപ്പെടുക. അപ്പൊ നമ്മുടെ വിശ്വാസത്തോട് വീര്യം കൂട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം കൊണ്ട്, വിശ്വാസം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്, അത് നമ്മിൽ ഉണ്ടാകുക എന്നുള്ളതാണ്. ആ കാര്യമാണ്. അല്ലെ മറ്റു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മുകളിൽ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം, അല്ലെങ്കിൽ യേശുവിനോടുള്ള അനുരൂപത, അതിൽ നമ്മളിൽ ഉണ്ടാകുക. 2, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടണം. വീര്യത്തോട് പരിജ്ഞാനം കൂട്ടുക. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായോഗികമായിട്ട് ഈ ലോകത്തിൽ നമ്മൾ എങ്ങനെ ദൈവത്തിന് പ്രസാദകരമായി, അല്ലെങ്കിൽ ദൈവം നമ്മെ കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അതുപോലെ നമ്മുടെ ജീവിതമായി തീരുന്ന അവസ്ഥയ്ക്കാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മുടെ നാവിനെ എങ്ങനെ ഉപയോഗിക്കണം, നാവിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ നിലയിൽ ഉപയോഗിപ്പാൻ നമുക്ക് കഴിയുന്ന ഗുണമാണ് എന്ത്? പരിജ്ഞാനം. നമ്മൾ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എന്താണ് പറയേണ്ടത് അല്ലെ പറയാതിരിക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റാ. ക്രിസ്തുവിനോടുള്ളതാകുന്ന പരിജ്ഞാനത്തിൽ വളരുന്ന ഒരാളിൽ ഈ കാര്യം ഉണ്ടാകും. കാരണം ദിവ്യ സ്വഭാവത്തിന് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടാളികളാകുക. അതുകൊണ്ട് ഇത് നമ്മിൽ ഉണ്ടാകും. അതിനെക്കുറിച്ചാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് പരിജ്ഞാനം എന്നുള്ളത്. പരിജ്ഞാനം ഒരു ഗിവൺ സിറ്റുവേഷനിൽ നമ്മുടെ ജീവിത ക്രമം എങ്ങനെയായിരിക്കണം, അതിനെക്കുറിച്ച് നമുക്ക് എന്തറിയാം, അത് പ്രായോഗികമാകുന്ന തലത്തിലേക്ക് കൊണ്ടുവരിക. അതിനെക്കുറിച്ചാണ് പരിജ്ഞാനം എന്നതിനാൽ വേദപുസ്തകം അർത്ഥമാക്കുന്നത്. അതിനുശേഷം പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയം എന്നുള്ളത് ആത്മാവിൻ്റെ ഒരു ഫലമാണ്. ഗലാത്യർ 5 ഫലത്തിൻ്റെ ഒരു ഭാഗമാണ്. ഗലാത്യർ 5
23 നമുക്കത് കാണുന്നത് ആത്മാവിൻ്റെ ഫലത്തിൻ്റെ ഒരു 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 കമ്പോണൻ്റ് ആയിട്ടാണ് ഇന്ദ്രിയ ജയത്തെ നമ്മൾ കാണുന്നതെങ്കിൽ, ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ നമുക്കതിനകത്തൊരു പാർട്ട് ഉണ്ട് എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ടല്ലേ കൊരിന്ത്യരുടെ 1-ാമത്തെ ലേഖനം 9-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 25-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അംഗം പൊരുതുന്നവൻ സകലത്തിലും വർജനം. ഒന്ന് വായിക്കാമോ ആ വേദഭാഗം? യെസ്. എന്നിട്ട് താഴോട്ട് പൗലോസ് പറയുകയാണ്, ഞാൻ മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ എന്ത് ചെയ്യുന്നു? ദണ്ഡിപ്പിച്ച് അടിമയാക്കുന്നു. അതേസമയം നമ്മൾ മനസ്സിലാക്കണം, ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ എന്നുള്ളത് ആത്മാവിൻ്റെ ഫലമാണ്. ആത്മാവിൻ്റെ ഫലമായിരിക്കുന്ന, ആത്മാവിൻ്റെ ഫലത്തിൻ്റെ ഭാഗമായിരിക്കുന്ന ഇന്ദ്രിയ ജയം ദൈവത്തിൻ്റെ ശക്തിയാൽ നമ്മിൽ സംജാതമാകുന്നു എന്ന് വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ തന്നെ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയാ, നമ്മൾ സകല ഉത്സാഹവും കഴിച്ച് നമ്മൾ ഇന്ദ്രിയ ജയം എന്ത് ചെയ്യണം? കൂട്ടുക. പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയവും നമ്മൾ കൂട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടേതാകുന്ന ഇമ്പൾസസിനനുസരിച്ച് ജീവിക്കുന്നവരാകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്യത്തിൽ ഈ സദൃശ്യവാക്യത്തിലെ ഒരു വാക്യം നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഏത് അധ്യായമെന്ന് ഞാൻ ഓർക്കുന്നില്ല. എ മാൻ വിത്തൗട്ട് സെൽഫ് കൺട്രോൾ ഈസ് ലൈക്ക് എ സിറ്റി ഹൂസ് വാൾസ് ആർ ബ്രോക്കൺ ഡൗൺ. A man without self-control is like a city whose walls are broken down. ആത്മസംയൻ, അതെ, കറക്റ്റ് വാക്യം. ആ വാക്യം അത് ഏത് അധ്യായമാ? 25-28. ആത്മസംയനം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയ ജയം, സെൽഫ് കൺട്രോൾ ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ശലോമോന്റെ കാലത്തെ ആ ഒരു ചിത്രം മനസ്സിലേക്ക് വരണം. ഒരു പട്ടണത്തിൻ്റെ ഫസ്റ്റ് ഡിഫൻസ് എന്ന് പറയുന്നത് എന്താ? മതില. ഒരു പട്ടണത്തിൻ്റെ ആദ്യത്തെ ഡിഫൻസ് എന്ന് പറയുന്നത് മതില. നമ്മൾ വേദപുസ്തകം പഠിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. ഈ നെഹമ്യാവിൻ്റെ പുസ്തകം പഠിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. നെഹമ്യാവ് വന്ന് ആദ്യം ചെയ്തത് എന്താ? ആദ്യം ചെയ്തത് മതിലെല്ലാം ഇൻസ്പെക്ട് ചെയ്തു. ആദ്യം മനസ്സിലാകുന്നുണ്ട്. നമ്മൾ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ ആദ്യം ചെയ്തത് മതിലെല്ലാം ഇൻസ്പെക്ട് ചെയ്തേച്ച് പൊളിഞ്ഞു കിടക്കുന്നത് എവിടെയൊക്കെയാണെന്ന് നോക്കി. എന്നിട്ട് ആദ്യം ചെയ്തത് അറ്റകുറ്റപ്പണി തീർക്കുകയായിരുന്നു. എന്ന് നമ്മൾ വായിക്കുന്നത്, ഇന്നടത്തെ ഇന്ന ഭാഗം ഇന്നവരറ്റകുറ്റപ്പണി തീർത്തു, ഇന്നവരറ്റകുറ്റപ്പണി തീർത്തു. അതിനെതിരെ ഭയങ്കര പ്രശ്നമായിരുന്നു, ഇല്ലേ? സൻബല്ലത്തും തോബിയാവും ഒക്കെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈ ഒരു പശ്ചാത്തലം. അപ്പോൾ ദ ഫസ്റ്റ് ഡിഫൻസ് ഓഫ് എ സിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ മതില. അതുപോലെ തന്നെയാ ആദ്യത്തെ ഡിഫൻസ് സെൽഫ് കൺട്രോളാ. ഇപ്പം നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം ഞാൻ അങ്ങ് അസ്യൂം ചെയ്യട്ടെ, നമ്മൾ ആവശ്യമില്ലാത്ത സീരിയൽസ് ഒന്നും കാണുന്നവരല്ല എന്ന് ഞാനങ്ങ് അസ്യൂം ചെയ്യുക. അപ്പോൾ അത് വരുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യണ്ടേ? പലപ്പോഴും സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? സംഭവിക്കുന്നത്
ഇതൊക്കെ നിരുപദ്രവകരമാകുന്ന കാര്യമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അത് വളരെ നല്ല സ്റ്റോറിയാണ്, അതിനകത്തുനിന്ന് ഒത്തിരി ഗുണപാഠങ്ങളുണ്ട് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. പക്ഷെ സ്ലോലി നമ്മൾ എന്താകുമെന്നറിയാമോ? അതിനടിമകളായിത്തീരും. സ്ലോലി നമ്മൾ അതിനടിമകളായിത്തീരും. എന്നാൽ ആദ്യത്തെ ഡിഫൻസ് എന്താ? ഒരു കാര്യം വേണ്ട എന്ന് വെച്ചാൽ വേണ്ടാന്ന്. ഈ മദ്യപന്മാരുടെയും പ്രശ്നം എന്താ? സെൽഫ് കൺട്രോൾ അവിടുത്തെ വിഷയം. അതുകൊണ്ടാണ് ആത്മസംയനമില്ലാത്ത, ഇപ്പൊ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പിന്നെ ആർക്ക് വേണേ ഇങ്ങോട്ട് കയറി വരാം. എന്നാൽ ആദ്യത്തെ ആ സ്റ്റെപ്പ് അവിടെ നമ്മൾ ക്ലിയർ ആകുന്നെങ്കിൽ മറ്റു പല കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് സെൽഫ് കൺട്രോൾ എന്നുള്ളത് ആത്മാവിൻ്റെ ഫലമായിരിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? സകല ഉത്സാഹവും കഴിക്കണം. സകല ഉത്സാഹവും കഴിക്കണം. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ? നമ്മൾ ഈ ഒരു പക്ഷേ നമുക്ക് ക്ഷീണം ഉണ്ടെങ്കിലും പ്രയാസം ഉണ്ടെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഉദാഹരണത്തിന് ഞാനങ്ങ് പറയുക, ഒരു മൺഡേ പോലും ഒഴിവാക്കാതെ വരണമെന്ന് താല്പര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വരുന്നത്. എന്നാൽ ഒരാഴ്ച ഒന്ന് വരാതിരുന്ന് നോക്കി, അടുത്ത ആഴ്ച പിന്നെ വേറെ എന്തെങ്കിലും ഒരു കാരണം വരും, പിന്നെ അടുത്ത ആഴ്ച പിന്നെ അതിനോടൊരു താല്പര്യം ഇല്ലാതെ വരും. ആദ്യത്തെ കാര്യം ഇതാ. അപ്പൊ ഉത്സാഹം എന്നുള്ളത് ആത്മീക ജീവിതത്തിൽ സകല ഉത്സാഹവും കഴിച്ച് ഈ കാര്യം ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനകത്ത് വലിയ കാര്യമുണ്ട്. ഉള്ളത് കൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ആ ഇന്ദ്രിയ ജയത്തെക്കുറിച്ച് പൗലോസ് പറയുക. നമ്മൾ അവിടെ വായിച്ചതാകുന്ന വിഷയങ്ങളിൽ അംഗം പൊരുന്നവൻ സകലത്തിലും വർജനം ആചരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അത്ലറ്റ് അവൻ്റെ ബോഡി എപ്പോഴും ആ ഷേപ്പിൽ വെക്കണമെന്നുണ്ടെങ്കിൽ എന്നും വൈകിട്ട് പോയി KFCയും മക്ഡൊണാൾഡ്സും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്ത് പറ്റുകയില്ല? കിട്ടുന്ന ഈ നമ്മുടെ ഈ പെപ്സിയും അതും ഇതുമെല്ലാം എപ്പോഴും കുടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നടക്കുകയില്ല. അത് കുടിക്കണമെന്ന് താല്പര്യം ഉള്ളിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഷുഗറുകാരുടെ കാര്യമൊക്കെ പറഞ്ഞാലേ, ഷുഗർ ഇച്ചിരി കൂടിക്കഴിഞ്ഞാലുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഈ മധുരത്തോടുള്ള ക്രേവിങ് കൂടുമെന്നാണ് പൊതുവെ. എല്ലാവരുടെ അത് ചിലരിൽ അങ്ങനെ അല്ലായിരിക്കാം. പക്ഷെ പൊതുവെ കണ്ടുവരുന്ന ഒരു പ്രവണത ഈ മധുരത്തോടുള്ളതാകുന്ന ആ ക്രേവിങ് എന്ത് ചെയ്യും? കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ആ ക്രേവിങ്ങിനനുസരിച്ച്, അല്ലെങ്കിൽ ആ ആർത്തി, ആ ഒരു ഇമ്പൾസ്, ആ ഒരു ആഗ്രഹം അനുസരിച്ച് മധുരം കഴിക്കാൻ തുടങ്ങിയാൽ എന്തായിത്തീരും? ഇതുപോലെ തന്നെയാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ക്രിസ്തീയ ജീവിതം ഇതുപോലെ തന്നെയാണ്. ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് ഇന്ന കാര്യങ്ങൾ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ഇന്ദ്രിയ ജയം ഉള്ളവരായിരിക്കുക. പല കാര്യങ്ങളിലും നോ എന്ന് പറയുവാൻ നമുക്ക് കഴിയുന്നു എങ്കിൽ മാത്രമേ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ നമുക്ക് വളരുവാനായിട്ട് കഴിയുകയുള്ളൂ എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അത് നിശ്ചയമായിട്ടും ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നെ ഇന്ദ്രിയ ജയത്തോട് സ്ഥിരത എന്നുള്ളത് പെർസിവിയറൻസ് എന്നാണ് ദൈവവചനത്തിൽ മറ്റ് ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ആ പെർസിവിയറൻസിനോട് ഭക്തി, ഞാനത് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുക. ഭക്തിയോട് സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവീൻ. ഇന്നതൊക്കെ നിങ്ങൾ കൂട്ടിക്കൊള്ളുവീൻ എന്ന് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ,
അങ്ങനെ ആ അവസ്ഥയിൽ നമ്മളാകുന്നു എങ്കിൽ ഞാൻ ആ അടുത്ത വാക്യം സത്യത്തിൽ നമുക്ക് പിന്നീട് ചിന്തിക്കാമെങ്കിലും 8-ാം വാക്യത്തിൽ പറയുക, ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നു എങ്കിൽ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കുകയില്ല. അപ്പോൾ നമ്മൾ ഫലമുള്ളവരും യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമുള്ളവരുമായി തീരണമെങ്കിൽ നമ്മൾ സകല ഉത്സാഹവും കഴിച്ച് ഇന്നത് അറ്റ് അവർ ഓൺ എക്സ്പെൻസ് കൂട്ടണം, നമ്മളതിൽ ഗൗരവത്തോടെ കാണണം എന്ന് പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. അങ്ങനെ നമ്മൾ ചെയ്യുന്നെങ്കിൽ ഇതൊരു ലോങ് പ്രോസസ്സാണ്. പക്ഷെങ്കിൽ ആ ലോങ് പ്രോസസ്സിനൊരു ഫലം കാണാനായിട്ട് തുടങ്ങും. നമ്മൾ ഈ വിർച്യൂസ് ഒക്കെ ഒന്ന് പഠിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കർത്താവിൽ കാണാനായിട്ട് കഴിയും. അങ്ങനെയാണെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഇതിന് നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ അൾട്ടിമേറ്റ്ലി എന്തിലേക്ക് നമ്മൾ വരും? കർത്താവിനോട് നമ്മൾ അനുരൂപപ്പെടാനായിട്ട് തുടങ്ങും. അത് ഈ ലോകത്തിൽ തന്നെ സംഭവിക്കുന്ന കാര്യമാണ്. എല്ലാ അർത്ഥത്തിലും കർത്താവിനെ പോലെ നമ്മൾ സമ്പൂർണരാകുകയില്ല ഈ ലോകത്തിൽ. എന്നാൽ ആ ഒരു ഡയറക്ഷനിൽ നമ്മുടെ ജീവിതമായി തീരും. 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ആ അവസ്ഥയിലേക്ക് നമ്മൾ പോകും, അല്ലെങ്കിൽ നമ്മൾ കുരുടരായിട്ട് തീർന്നുകൊണ്ടിരിക്കും, ഹ്രസ്വദൃഷ്ടിയുള്ളവരായിട്ടിരിക്കും. നമുക്കേത് വേണമെന്നുള്ളത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യമായിരിക്കുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ക്രിസ്തുവിനെ കുറിച്ചുള്ള ആ പരിജ്ഞാനത്തിൻ്റെ വർധനവാണെങ്കിൽ അതിന് നമുക്ക് സകല ഉത്സാഹവും കഴിപ്പാനുള്ള ഒരു തീരുമാനവും ഒരു താല്പര്യവും നമ്മിൽ ഉണ്ടാകേണ്ടതിനായി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിശ്ചയമായിട്ടും അവിടുത്തെ ദിവ്യശക്തിയാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. എങ്കിൽ തന്നെയും ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, നാം സകല ഉത്സാഹവും ആ കാര്യത്തിൽ ചെയ്യേണ്ടതായിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വന്ന കുറവുകളെ, പല കാര്യങ്ങളിലും നമ്മൾ വീഴ്ചയുള്ളവരായി തീർന്നതിനെ നമുക്ക് ഏറ്റുപറയുവാനും നമ്മുടെ ആ കുറവുകളെ നികത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാനും ദൈവം നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമ്മുടെ മോട്ടിവേഷൻ വളരെ വ്യക്തമാകേണ്ടതിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ആത്മീയ വളർച്ച, അതിനെക്കുറിച്ച് നമുക്കൊരു ബോധമുണ്ടാകണം. അതിനായിട്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധാനത്തിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരിൽ ഒരാൾക്ക് ദയവായി പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.